കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. സീറോ മലബാർ സഭയുടെ ഗൾഫ് മേഖലയിലെ സ്വപ്നം വൈകാതെ പൂവണിയുമെന്ന പ്രത്യാശ പ്രകടമാക്കി സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ഖത്തർ സെയിന്റ് തോമസ് ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. നോർത്തേൺ അറേബ്യ വികാരിയറ്റിന്റെ അപ്പസ്റ്റോലിക് വികാർ ബിഷപ്പ് ആൽഡോ ബെറാഡി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഒരു വർഷം നീളുന്ന പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമായി. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബിഷപ്പുമാരായ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മാർ ജോസഫ് പള്ളിക്കാമ്പറമ്പിൽ, മാർ ജേക്കബ് മുരിക്കൻ, ബിഷപ്പ് വിൻസെന്റ് മാർ പൗലോസ് എന്നിവരും രൂപതയിലെ മറ്റു വൈദികരും സഹകാർമ്മികരായി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ എന്നിവർ പ്രസംഗിച്ചു. സഹനങ്ങളിലും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വിശുദ്ധ അൽഫോൻസാമയ്ക്ക് സാധിച്ചെന്ന് മാർ ജോസ് പുളിക്കൽ. അൽഫോൻസാമയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസാമയുടെ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ്. അൽഫോൻസാമ സഹനത്തിലൂടെ വിശുദ്ധിയുടെ പടവകൾ കയറിയതുപോലെ സഹനത്തിലൂടെയാണ് സഭ വളർന്ന് ഫലം ചൂടിയത്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ദൈവഹിതമായി അർപ്പിക്കുമ്പോൾ അവ സുഹൃതങ്ങളായി മാറുമെന്നും ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ സന്ദേശത്തിൽ പറഞ്ഞു. ഫാദർ ഡെന്നി കുഴപ്പള്ളി, ഫാദർ ജെയിംസ് ആണ്ടാശ്ശേരി, ഫാദർ മാത്യു പനങ്ങാട്ട് എന്നിവർ ദിവ്യബലിയിൽ സഹകാർമ്മികരായിരുന്നു. കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ കാരിസ് ഇന്ത്യയുടെ മുഖ്യ സംഘാടനത്തിൽ ഓഗസ്റ്റ് 10 തൃശൂരിൽ നടക്കുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിന്റെ ഭാഗമായി തൃശൂർ ഡോളേഴ്സ് ബസിലിക്ക അങ്കണത്തിൽ പിറക്കാതെ പോയ പൈതങ്ങൾക്കായി ഒരു സ്മാരകം ഒരുങ്ങുന്നു. 12 അടി ഉയരവും 3 അടി വീതിയുമുള്ള കൈക്കുമ്പിളിലെ ഗർഭസ്ഥ ശിശുവിന്റെ രൂപമാണ് ബസിലിക്ക റെക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്തിന്റെയും കൈക്കാരന്മാരുടെയും നേതൃത്വത്തിൽ ഒരുങ്ങുന്നത്. CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, വർക്കിംഗ് ചെയർമാൻ ഫാദർ ഡെന്നി താണിക്കൽ, ജനറൽ കൺവീനർ ജെയിംസ് ആഴ്ചക്കാടൻ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്മാരകം സന്ദർശിച്ച് പണിയുടെ പുരോഗതി വിലയിരുത്തി. മലബാറിന്റെ ഭരണങ്ങാനം എന്നറിയപ്പെടുന്ന ഏറ്റുപാറ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ആശംസിച്ച് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മലയാളക്കരയുടെ ആത്മീയ ഉത്സവമാണ് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ. ആദ്യകാല കുടിയേറ്റ ഗ്രാമമായ ഏറ്റുപാറ വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥത്താൽ അനുഗ്രഹീതമായ ദേശമായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും ആയിരക്കണക്കിന് നാനാജാതി മതസ്ഥർ പ്രാർത്ഥനാ നിയോഗങ്ങളുമായി ഇവിടെ എത്തി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി ജീവിക്കുന്ന സാക്ഷ്യമായി തീരുകയും ചെയ്യുന്നുവെന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണെന്ന് പിതാവ് പറഞ്ഞു. ധന്യ സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായ്ക്കലിന്റെ ജീവിതം നമ്മൾ മാതൃകയാക്കണമെന്ന് കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല. ധന്യ പദവിയിലെത്തിയ അമലോത്ഭവ മാതാവിന്റെ ഊർസ്ലൈൻ സന്യാസ സഭാംഗം സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായ്ക്കലിന്റെ 67ാം വാർഷിക ആചരണത്തിന്റെ ഭാഗമായി ഊർസ്ലൈൻ പ്രൊവിൻഷ്യൽ ഹൗസിൽ നടന്ന അനുസ്മരണ ദിവ്യബലി മധ്യേ പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. യേശുവിന്റെ കുരിശും സഹനവുമെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ച് സഹനത്തിന്റെ ദാസിയായി സിസ്റ്റർ മരിയ സെലിൻ മാറിയിരിക്കുന്നുവെന്നും 26 വർഷത്തെ തന്റെ ചെറിയ ജീവിതം കൊണ്ട് സമർപ്പിത ജീവിതം അതിന്റെ പൂർണ്ണതയിലെത്തിച്ച് സ്വർഗം സ്വന്തമാക്കാൻ സിസ്റ്റർ മരിയ സെലിന് സാധിച്ചുവെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. യൂറോപ്പിൽ നിന്നുള്ള എക്യുമെനിക്കൽ സംഘം മാർത്തോമ മെത്രാപ്പൊലീത്തയെ സന്ദർശിച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള എക്യുമെനിക്കൽ സംഘം ഡോക്ടർ തേഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയെ സന്ദർശിച്ചുകൊണ്ട് ചർച്ച നടത്തി. ആഗോള കത്തോലിക്ക സഭയും മലങ്കര മാർത്തോമ സുറിയാനി സഭയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംവാദത്തിന്റെ ഭാഗമായിട്ടായിരുന്നു 9 അംഗ സംഘത്തിന്റെ സന്ദർശനം നടന്നത്. തിരുവല്ല പുലാത്തിനിലെത്തിയ സംഘത്തെ മെത്രാപ്പൊലീത്തയും സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, മെത്രാപ്പൊലിത്തൻ സെക്രട്ടറി റവറൻ KE വർഗീസ് എന്നിവരും ചേർന്ന് സ്വീകരിച്ചു. സഭകളുടെ എക്യുമെനിക്കൽ ബന്ധം ഉൾപ്പെടെ വിഷയങ്ങളിൽ തേഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്തയുമായി സംഘാംഗങ്ങൾ ആശയവിനിമയം നടത്തി. പന്നി കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് താമരശ്ശേരി ബിഷപ്പും ഇൻഫാം രക്ഷാധികാരി കൂടിയായ മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ. ആഫ്രിക്കൻ പന്നിപ്പനി മൂലം പ്രതിസന്ധിയിലായവർക്ക് റെൻഡിംഗ് പ്ലാന്റുകളുടെ വരവ് ഇരുട്ടടിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മിച്ചഭക്ഷണം ഉപയോഗിച്ചുള്ള പന്നികൾക്കുള്ള പെല്ലറ്റ് നിർമ്മിക്കുന്ന കമ്പനികൾ മൂലം ഫാമുകൾ അടച്ചുപൂട്ടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടി ലൈഫ് സ്റ്റോക്ക് ഫാമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് CV കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രതിസന്ധികളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും
സർക്കാരിനെ വിഷയം അറിയിക്കുമെന്നും ഇൻഫാം രക്ഷാധികാരിയായ താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ LSFA ഭാരവാഹികളെ അറിയിച്ചു. ചങ്ങനാശ്ശേരി കത്തോലിക്ക കോൺഗ്രസ് അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നേതൃത്വ പഠന പരിശീലന ശില്പശാല ദർശൻ 24 ശനി ഞായർ ദിവസങ്ങളിൽ കുന്നന്താനം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കും. നാളെ വൈകുന്നേരം 5-ന് അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്യും. അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ മുഖ്യപ്രഭാഷണവും അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ആമുഖ പ്രഭാഷണവും നടത്തും. ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക്, ട്രഷറർ ജോസ് ജോൺ വെങ്ങാത്തറ, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, അതിരൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ രേഖ മാത്യൂസ്, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാജേഷ് ജോൺ, അതിരൂപത മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ജോസഫ് എന്നിവർ സന്നിഹിതരായിരിക്കും. തലശ്ശേരി അതിരൂപത കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ തോമാപുരം ഫൊറോനാതല സംഗമം ചിറ്റാരിക്കാലിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്തു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ അധ്യക്ഷത വഹിച്ചു. കുടുംബ കൂട്ടായ്മയുടെ ലക്ഷ്യം, ഘടന, പ്രവർത്തനം എന്ന വിഷയത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലക്കുഴിയും സമുദായ ശാക്തീകരണം എന്ന വിഷയത്തിൽ അതിരൂപത പ്രൊക്രേറ്റർ റെവറൻഡ് ഡോക്ടർ ജോസഫ് കാക്കരമറ്റവും ക്ലാസ് എടുത്തു. 1975 ജൂലൈ മാസം 26-ാം തീയതി കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ കോട്ടയം അതിരൂപതയുടെ അധ്യക്ഷനായിരുന്ന അഭിമന്യ മാർ തോമസ് തറയിൽ പിതാവിന്റെ 49-ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ചുള്ള ശുശ്രൂഷകൾ കോട്ടയം ക്രിസ്തുരാജ ക്നാനായ മെത്രാപ്പോലിത്ത കത്തീഡ്രലിൽ ആദരിച്ചു. മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. മാർ തറയിൽ പിതാവിന്റെ ദേഹവിയോഗത്തിന്റെ 50-ാം വർഷത്തിൽ അതിരൂപതയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും സഹകരണത്തോടുകൂടെ നടപ്പിലാക്കുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന അനുസ്മരണ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ക്യാൻസർ അതിജീവിച്ചവരുടെ കഥ പറയുന്ന ചിത്രം ലൈഫ് ഓഫ് മാൻഗ്രോവിന്റെ ഓഡിയോ CD ഫുട്ബോൾ താരം IM വിജയൻ അമല ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കലിന് കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ചിത്രത്തിന്റെ ട്രെയിലർ റിലീസിംഗ് സിനിമാ താരം TG രവി നിർവഹിച്ചു. നിർമ്മാതാവ് ശോഭ നായർ, സംവിധായകൻ NN ബൈജു, അമല ജോയിന്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമാണി, നായിക ഐഷാബിൻ എന്നിവർ പ്രസംഗിച്ചു. സെയിന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ തലശ്ശേരി അതിരൂപത തല അതിരൂപത വാർഷിക ആഘോഷവും മികച്ച കോൺഫറൻസുകൾക്കും വ്യക്തികൾക്കുമുള്ള ആദരവും നാളെ തോമാപുരത്ത് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിക്ക് ചിറ്റാരിക്കാൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ദേശീയ പ്രസിഡന്റ് ബ്രദർ ജൂഡസ് മംഗൾരാജ് മുഖ്യപ്രഭാഷണം നടത്തും. അതിരൂപത പ്രസിഡന്റ് സണ്ണി തോമസ് നെടിയകാലയിൽ അധ്യക്ഷത വഹിക്കും. റെവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കവയിൽ, റെവറൻഡ് ഡോക്ടർ മാണി മേൽവട്ടം, ഫാദർ മാത്യു വളവനാൽ, ഫാദർ ലൂയി മരിയാദാസ്, തോമസ് പുലിക്കോട്ടിൽ, ഫിലിപ്പ് വെളിയത്ത്, ജോർജ് തയ്യിൽ, ജോലി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും. ഫെഡറൽ ബാങ്ക് ഇന്ത്യയിലുടനീളം നടപ്പിലാക്കുന്ന സഞ്ജീവനി പദ്ധതിയിൽ പങ്കാളികളാകുന്ന ഇന്ത്യയിലെ തന്നെ 3 ആശുപത്രികളിൽ ഒന്നായി കോട്ടയം കാരിത്താസ് ആശുപത്രിയും മാറി. ഈ പദ്ധതിയിലൂടെ ക്യാൻസർ രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുകയാണ് ലക്ഷ്യം. കാരിത്താസിൽ ചികിത്സയിലുള്ള അർഹരായ 750 ക്യാൻസർ രോഗികൾക്ക് ഒരാൾക്ക് 20,000 രൂപ വീതം ഇളവ് നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രോഗനിർണയം, ക്യാൻസർ ചികിത്സ, ശസ്ത്രക്രിയ എന്നിവ ഉൾപ്പെടെയുള്ള ഏത് ചികിത്സയ്ക്കും പദ്ധതിയിലൂടെ ഇളവ് ലഭിക്കും. ജൂലൈ പകുതിയോടെ ആരംഭിച്ച് മാർച്ച് 31 വരെ നീളുന്ന ഈ പദ്ധതിയിൽ ഇതുവരെ ഏറെ പേർക്ക് സഹായം നൽകി കഴിഞ്ഞു. റോമിൽ നിന്നുള്ള മാർപ്പാപ്പയുടെ സഭൈക്യ പ്രതിനിധി സംഘം പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയെ ദേവലോകം കാത്തലിക്കേറ്റ് അരമനയിൽ വെച്ച് സന്ദർശിച്ചു. അഭിവന്യ ഡോക്ടർ യോഹന്നോൻ മാർ ദിമിത്രിയോസ് മെത്രാപ്പോലിത്ത, അഭിവന്യ എബ്രഹാം മാർ സ്റ്റെഫാനോസ് മെത്രാപ്പോലിത്ത, ഫാദർ അശ്വിൻ ഫെർണാണ്ടസ്, ഡീക്കൻ ജിതിൻ മാത്യു ഫിലിപ്പ് എന്നിവർ പങ്കുചേർന്നു. പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ രൂപീകൃതമായ കർഷക ഉൽപാദക കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കുമായി നബാർഡിന്റെ സഹായത്തോടെ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബ്രിജേഷ് ടോം ഉദ്ഘാടനം ചെയ്തു. കുട്ടിക്കാനം മരിയം കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി അജേഷ് ജോസഫ്, നബാർഡ് ജില്ലാ മാനേജർ റെജി വർഗീസ്, പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ സിബി ജോസഫ്, ഡാൻഡസ് ഡാനിക്കൽ, PV ജോർജ് പുരയിടം, ജോബിൻ ജോസഫ് എന്നിവർ പരിപാടിയിൽ പ്രസംഗിച്ചു. സംഗീതത്തിൽ പ്രത്യേക താല്പര്യവും അഭിരുചിയും ഉണ്ടായിരുന്ന ഫാദർ ടൈറ്റസ് താനിയാക്കലിന്റെ ഓർമ്മയ്ക്കായി അതിരൂപതയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ചെറുകര പള്ളിയിൽ ഓഗസ്റ്റ് 15 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് സംഗീത മത്സരം നടത്തുന്നു. പങ്കെടുക്കുന്നവർ ഭക്തിഗാനമോ ലളിതഗാനമോ മാത്രമേ ആലപിക്കാവൂ.
മത്സരത്തിൽ 1ാം സമ്മാനം ലഭിക്കുന്നവർക്ക് 3001 രൂപ ക്യാഷ് അവാർഡും ഫാദർ ടൈറ്റസ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും, 2ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 2001 രൂപ ക്യാഷ് അവാർഡും 3ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 1001 രൂപ ക്യാഷ് അവാർഡും നൽകുന്നതാണ്. നിത്യസഹായകൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള കൂടാരം ഭവന പദ്ധതിയിലെ 8ാമത്തെ ഭവനത്തിന് തറക്കല്ലിട്ടു. ഞീഴൂർ ഉണ്ണിമിശിഹ പള്ളി വികാരി ഫാദർ ഫിലിപ്പ് രാമനാട്ട് ആശീർവദിച്ച കല്ല് ട്രസ്റ്റ് ഭാരവാഹികൾ ചേർന്ന് സ്ഥാപിച്ചു. ഭവന നിർമ്മാണത്തിനായി 10 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത് മണിമല MC ജോസഫും മകൻ റെനി ജോസഫുമാണ്. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.